അസ്സലാമു അലൈക്കും. അങ്ങനെ ഷാഫിയുടെ ഉപ്പയും ജ്യേഷ്ഠന്മാരും ഫെബിനയുടെ വീട്ടിലേക്ക് കാര്യങ്ങൾ സംസാരിക്കാനായി പോയി. സിറ്റൗട്ടിലിരുന്ന് ഉമ്മയുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഷാഫി പറഞ്ഞു, ഉമ്മ, വല്ലാത്തൊരു പരീക്ഷണമായിപ്പോയില്ലേ അമ്മ. എന്താ ചെയ്യുക, വല്ലാത്തൊരു വിധി. അങ്ങനെ പറയില്ല ഷാഫി, എനിക്കിതൊക്കെ നല്ലതിനാവും, അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാലും ഉമ്മ, എനിക്ക് തന്നെ ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ, അത് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം. ഇച്ചി, ഈ അതൊന്ന് ആലോചിക്കണ്ട മോനെ. ഓളക്കാൻ നല്ലൊരു കുട്ടിയെ കിട്ടുമ്പോൾ അപ്പോൾ പഠിച്ചു എന്തിനാണ് എനിക്കിതൊക്കെ തന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ആരോടൊക്കെ താൻ മാനസികമായി ശക്തനാണെന്ന് പറഞ്ഞാലും ഉമ്മയോട് മാത്രമാണ് ഷാഫി തൻ്റെ മനസ്സിൻ്റെ യഥാർത്ഥ വേദന പങ്കുവെക്കാറ്. കാരണം ഷാഫിക്ക് അറിയാമായിരുന്നു, മകൻ്റെ ദുഃഖം കേൾക്കുമ്പോൾ ഉമ്മയൊന്ന് നെഞ്ചുപൊട്ടി ദുആ ചെയ്ത പടച്ചോദനത് പെട്ടെന്ന് ഉത്തരം നൽകുമെന്ന്. ഉമ്മയും ഷാഫിയും പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ അകത്തെ മരുമക്കൾ 3 പേരും മക്കളായ ആബിദയും റഹീമയും ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഫെബിനയുടെ വീട്ടുകാർ എന്ത് തീരുമാനമാണെന്ന് പറയാൻ പോകുന്നത് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ നേരം കഴിഞ്ഞിട്ടും പോയവരുടെ വിളിയും വരവും കാണാഞ്ഞതും ഷാഫി ഫോണും എടുത്ത് മുറ്റത്തേക്കിറങ്ങി ജ്യേഷ്ഠൻ അജ്മലിനെ വിളിച്ചു. അവൻ്റെ കോൾ കണ്ടപ്പോൾ അജ്മൽ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഷാഫി വിചാരിച്ചു, വിളിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. പിന്നെ ഷാഫി അവനെ വിളിച്ചില്ല. ഒരുപാട് സമയം പിന്നെയും കാത്തിരുന്നു. അപ്പോഴാണ് അജ്മൽ തിരിച്ചു വിളിക്കുന്നത്. ആ ഷാഫി, ഈ വിളിച്ചിരുന്നില്ലേ? കുറച്ച് തിരക്കിലായിരുന്നടാ. അവിടെ എല്ലാവരും ഓരോ കാര്യങ്ങളെ സംസാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോൺ എടുക്കുന്നത് ശരിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിൽക്കാം കേട്ടോ, വന്നിട്ട് പറയാം. ആയിക്കോട്ടെ ഇക്ക, വന്നിട്ട് പറയാം, ഓക്കെ ശരി എന്ന് പറഞ്ഞ് ഷാഫി ഫോൺ കട്ട് ചെയ്തു. അവൻ ആലോചിച്ചു, പോയിട്ട് കുറേ മണിക്കൂറിലായല്ലോ. അപ്പോൾ എന്തായാലും എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അതാ ഇത്ര സമയം വൈകിയത്. ഏതായാലും ഓര് വരട്ടെ, എന്നിട്ട് എല്ലാം ചോദിക്കാം. എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചാൽ മതിയായിരുന്നു. അതിനൊക്കെ ഞാൻ കുറേ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട്. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് അവൻ ഉമ്മയുടെ അടുത്തേക്ക് പോയി. ആ ഉമ്മ, അജി വിളിച്ചിരുന്നു കേട്ടോ. അവർ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. ഉമ്മയുടെ ചുണ്ടുകൾ ഏതോ സൂറത്തിലെ ആയത്തിലാണെന്ന് കണ്ടതും ഷാഫി അത് മുഴുവനാക്കാൻ കാത്തിരുന്നു. ഉമ്മ ഓരിക്കഴിഞ്ഞതും ഷാഫിയുടെ തല പിടിച്ച് മന്ത്രിച്ചൂതിക്കൊണ്ട് പറഞ്ഞു, അവരത് തീരുമാനമാക്കിയിട്ട് വരൂ. ഇന്നത് തീരുമാനമായില്ലെങ്കിൽ പിന്നെ അവർ നമ്മളെ പിന്നാലെ നടക്കേണ്ടി വരുമെന്നാണ് ഇപ്പം പറഞ്ഞത്. ഷാഫി ഒന്ന് നെടുവേർപ്പെട്ടു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. അല്പസമയം കഴിഞ്ഞ് അവർ പോയ വണ്ടി വീട്ടിലേക്ക് വരുന്നത്. വണ്ടിയിൽ നിന്നിറങ്ങിയ ഉപ്പ അകത്തേക്ക് കയറി കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു. ജ്യേഷ്ഠന്മാരും അകത്തേക്ക് കയറിയപ്പോൾ ഉമ്മയും ഷാഫിയും അവരുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മയാണ് ചോദിച്ചു തുടങ്ങിയത്, എന്തായി പോയ കാര്യം, എന്തായി തീരുമാനം, അവരെന്താ പറഞ്ഞത്? ഉപ്പ പറഞ്ഞു, ഷാഫി, നിനക്ക് പറ്റാതെ ഒരു വിട്ടുവീഴ്ച ചെയ്ത് ഞങ്ങൾ ആ വിഷയം അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സംസാരത്തിനിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ജമാലിനെ അവളുടെ ഒരു കുടുംബക്കാരൻ പിടിച്ചുന്തി. ഇവൻ അയാളെ കോളറിന് പിടിച്ചു. പിന്നെ കുറേ വർത്തമാനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അതാ ഇത്ര നേരം വൈകിയത്. പിന്നെ ഓര് പിടിച്ചത് എന്താ അറിയോ, ഈ അവളെ തല്ലിയില്ലേ, അതിലാണ് ഓര് പിടിച്ച് കയറിയിരിക്കുന്നത്. കോടതിയിൽ പോയാൽ എന്തായാലും ഞങ്ങളെ ഭാഗത്ത് തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഓല് അതിൽ പിടിച്ച് തൂങ്ങി. അവരേതോ വക്കീലിനൊക്കെ കണ്ടിട്ടുണ്ട്. അതാ അവരത്ര ധൈര്യത്തിൽ പറയണത്. പിന്നെ നമ്മുടെ സുറമയുടെ ആ വിഷയമില്ലേ, അവർ അത് പറയാമെന്ന് നോക്കി. പക്ഷേ അതിനത്ര ആയുസ്സൊന്നുമില്ലായിരുന്നു. ആ വിഷയം പറഞ്ഞപ്പോൾ തന്നെ ജമാൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അത് പിന്നെ അതോടെ ഫെബിന കള്ളം പറഞ്ഞതാണെന്ന് അവർക്ക് മനസ്സിലായി. ഉത്തരം മുട്ടി. പിന്നെ ഒന്നും അതിനെക്കുറിച്ച് അവർ പറഞ്ഞില്ല. ഞങ്ങളെ മുന്നിൽ തല താഴ്ത്താനും അവർക്ക് ഇട വന്നു. പിന്നെ നീ അവളെ തല്ലിയതാണ് അവർക്കുള്ള ആകെയുള്ളൊരു പിടിവള്ളി. സാക്ഷികളുണ്ടല്ലോ, അവർ കണ്ടതാണല്ലോ. ഞങ്ങളെവിടെ ചെന്ന് തിരിച്ചു വരുന്നത് വരെ അവളുടെ ഉപ്പ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അയാളൊരു പാവം മനുഷ്യനാണ്. അവളുടെ ഉമ്മയെ അകത്ത് നിന്ന് ഞങ്ങൾ ചെന്നപ്പോൾ തുടങ്ങിയ കൊരയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട് ആ തള്ള. അവസാനം നൗഫൽ പറഞ്ഞു, ഈ തള്ളക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ സംസാരിക്കേ. അതോടെ
അവളുടെ ഉമ്മ കുറച്ച് നേരം ഒന്ന് അടങ്ങി. പിന്നെ ഓളെ ഉമ്മയുടെ ആങ്ങളമാരാണ്, അവരാണ് ഭയങ്കര പ്രശ്നക്കാർ കേട്ടോ. ആ രണ്ടാളുകൾ 20 ലക്ഷം നഷ്ടപരിഹാരം വേണമെന്നൊക്കെ അവർ പറയുന്നത്. വാങ്ങാനും ഞങ്ങൾക്കറിയാം എന്നൊക്കെ വീമ്പ് പറഞ്ഞപ്പോഴേ ഞാൻ നമ്മുടെ ക്ഷമയുടെ അവസാനം വരെ പോകാമെന്ന് തീരുമാനിച്ചത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല. സംഭവം വഷളാക്കാതെ പിരിയാൻ നമ്മൾ പരമാവധി ശ്രമിക്കണമല്ലോ. ഒരു നിലക്കും അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരടി പിറകോട്ട് മാറുന്നില്ല എന്ന് കണ്ടതും ഞാൻ അവരെ മെമ്പറെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അയാളെ എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. മെമ്പർ വന്നതും പ്രശ്നങ്ങളൊക്കെ അവർക്ക് വിവരിച്ചു കൊടുത്തു. കൂടെ പറഞ്ഞു, ഇവർ കേസിന് പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പേടിയില്ല, പോയാൽ ഞങ്ങളും ഒരു കൈ നോക്കുമെന്ന് പറഞ്ഞു. നല്ല രീതിയിൽ പിരിയണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അവളെ മൂത്താപ്പെന്ന് പറഞ്ഞു, ഞാനൊരു തീരുമാനം പറയാം, അതിന് നിങ്ങൾ 2 കൂട്ടർക്കും പറ്റുമോ എന്ന് നോക്കി, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും, ഈ വിഷയത്തിൽ പിന്നെ ഞാൻ ഇടപെടില്ലാന്ന്. ആ അതെയോ, എന്താ അവളെ മൂത്താപ്പ പറഞ്ഞത്? എന്താ അയാൾ തീരുമാനം? അങ്ങേരി പറഞ്ഞത് എന്താ അറിയോ, നമ്മളൊരു 5 ലക്ഷം രൂപയും മഹറായി നൽകിയതും ഓർക്ക് കൊടുക്കാൻ. അത് കേട്ടോ ഞാൻ ചോദിച്ചു, എൻ്റെ മോൻ്റെ കൂടെ ഒരു ദിവസം പോലും ഉറങ്ങാത്ത, കൂടെ നിൽക്കാത്ത ഈ കുട്ടിക്ക് മഹർ എന്തിനാണ് ഞങ്ങൾ നൽകുന്നതെന്ന്? നമ്മുടെ ഇസ്ലാമിക വിധിപ്രകാരം മഹർ കുട്ടിക്ക് കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന്. അത് കേട്ടതും അയാൾ പറയാം, ഇത് എൻ്റെ തീരുമാനമാണ്, പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മതിയെന്ന്. പിന്നെ ഒന്നും അയാൾ പറഞ്ഞില്ല. അപ്പോൾ ആ മെമ്പർ പറഞ്ഞേ, 2 കൂട്ടർക്കും മധ്യസ്ഥനായി വന്ന ഞാനൊരു തീരുമാനം പറയാമെന്ന്. ഇത് 2 കൂട്ടരും സ്വീകരിക്കണം, വെറുതെ കാര്യങ്ങൾ വഷളാക്കിയാൽ നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് അയാൾ തീർത്തു പറഞ്ഞു. അവർക്ക് ഈ ബന്ധം വേണ്ടെങ്കിലേ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഇത് നമ്മൾ മുതിർന്നവർ നല്ല രീതിയിൽ ഒഴിവാക്കി കൊടുക്കുക എന്നല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ എന്തിനാ വെറുതെ വാശിയും വൈരാഗ്യവും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം, മഹറും കൂടെ 5 ലക്ഷം, അത് വളരെ കൂടുതലാണ്. നിക്കാഹ് കഴിഞ്ഞ് മാത്രം ഒരു രാത്രി പോലും നിൽക്കാതെ പിരിഞ്ഞ സ്ഥിതിക്ക് ചെക്കൻ്റെ വീട്ടുകാർ ഒരു 5 ലക്ഷം രൂപ മാത്രം അവർ നിങ്ങൾക്ക് തരും, മഹർ തരില്ല, ആലോചിച്ച് പറയൂ, ഇപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാം എന്ന് ആ മെമ്പർ പറഞ്ഞു. അപ്പോൾ അവളെ ഉമ്മാൻ്റെ ആങ്ങള പെങ്ങളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേ കയറിപ്പോയി. പെങ്ങളാണ് അവിടുത്തെ മെയിൻ. ആ ഉപ്പ ഒരു പാവാണ്, അവളുടെ ഉമ്മാക്കാണ് ആ വീട്ടിൽ ഭരണം. അവളുടെ ഉമ്മയോട് സംസാരിക്കാൻ പോയ ആങ്ങളമാർ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് തിരികെ വന്നത്. വന്ന ശേഷം തന്നെ അവർ മെമ്പറെ റൂമിലേക്ക് വിളിച്ച് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് കണ്ടു. പിന്നെ ഞാനത് എന്താണെന്ന് മെമ്പറോട് ചോദിച്ചപ്പോൾ അവർക്കൊരു കണ്ടീഷൻ ഉണ്ടത്രേ, അതിന് നമ്മൾ സമ്മതമാണെങ്കിൽ നാളെ തന്നെ വക്കീൽ വഴി ബന്ധം ഒഴിയാൻ അവർ റെഡിയാണെന്നാണ് പറയുന്നത്. ഞാൻ അവരോട് കാര്യം പറയാൻ പറഞ്ഞു. മെമ്പർ എൻ്റെ അരികത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് മെല്ലെ പറഞ്ഞു, നിങ്ങളെ ഇതിനങ്ങോട്ട് സമ്മതിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇവർ 2 കൽപ്പിച്ചാണ് നിൽക്കുന്നത്. ഈ ടീം അത്ര നല്ല പാർട്ടിയല്ല. എന്നോട് പോലും ആലോചിക്കാതെ ഈ വിവാഹം നടത്തിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചത് ഇതൊക്കെ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പറ്റില്ല എന്ന് പറയരുത്. അവർക്ക് മഹർ മാത്രം മതിയല്ലോ, പൈസയൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലോചിക്കുക ഒന്നുമില്ല, നിങ്ങൾ സമ്മതിക്കണം. നിങ്ങളെ പയ്യൻ കുട്ടിയെ തല്ലി എന്നതുപോലെ പീഡനാക്കി നാളെ കോടതിയിൽ പോയാൽ സമയം പോവും, കോടതി പറയുന്നത് കേൾക്കുകയും ചെയ്യേണ്ടി വരും. മഹർ കൊടുത്താലും വേണ്ടിയില്ല, ഇതൊന്ന് ഒഴിവായി കിട്ടുമല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയേ. അതാണ് എന്നോട് മെമ്പർ പറഞ്ഞത്. പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് മെമ്പറോട് പറഞ്ഞു. വേറൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇവരോടൊക്കെ ചോദിച്ചപ്പോഴേ ആരും ഒന്നും പറഞ്ഞില്ല. അപ്പം പിന്നെ ഞാൻ ആ കാര്യത്തിനോട് ആ മെമ്പറിനോട് സമ്മതം മൂളി. എല്ലാം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി കുറേ കഴിഞ്ഞ് പോന്ന ശേഷമാണ് എന്തൊക്കെയോ ഓർമ്മ വന്ന പോലെ എല്ലാവരും പറയണത്, നമ്മൾ എന്ത് മണ്ടത്തരാണ് ചെയ്തത്, മഹർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. എന്താ ചെയ്യുക, സമ്മതിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ മാറ്റാൻ പറ്റില്ലല്ലോ, നമ്മുടെ അന്തസ്സ് നോക്കണ്ടേ. എനിക്കെന്താ അറിയില്ല, അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട്. ഇവർക്കൊക്കെ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല. എനിക്ക് എന്തൊക്കെ പറ്റില്ല എന്ന് പറയണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ സംസാരിക്കാൻ കഴിയാത്ത പോലെ, ആരും എന്നെക്കൊണ്ട് എല്ലാം സമ്മതിപ്പിക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ. ഇവർക്കൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. ഉപ്പ അത് പറഞ്ഞപ്പോൾ ജമാലും അജബലും നൗഫലും പറഞ്ഞു, സത്യം ആ സമയത്ത് ഞങ്ങൾ വേറെ ഏതോ ലോകത്തുള്ള പോലെ, വന്ന കാര്യം പോലും മറന്ന അവസ്ഥ. എന്താണ് കുറച്ച് മിനിറ്റുകൾ സംഭവിച്ചതെന്നറിയില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരു വിവരമില്ലായ്മ ചെയ്യോ. എൻ്റെ സംശയം ആ തള്ളക്ക് വല്ല മാരണം ചെയ്യാൻ അറിയോ എന്നാണ്.
ഈ വിഷയം അങ്ങോട്ട് സംസാരിക്കാൻ പോകില്ല എന്ന് ഉറപ്പിച്ചാൽ നമ്മൾ തന്നെ അങ്ങോട്ട് ചെന്നില്ലേ? അവർ പറഞ്ഞതുപോലെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതുപോലെ അനുസരിച്ചു. എന്തോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉപ്പ സംശയത്തോടെ പറഞ്ഞു. ഇത് കേട്ട് ഷാഫി പെട്ടെന്ന് സുറുമിയെ നോക്കി. സുറുമിയുടെ മുഖം വല്ലാതെയാതെ ഷാഫി ശ്രദ്ധിച്ചുവെങ്കിലും കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് പറയാതെ ഷാഫി പറഞ്ഞു, സാരില്ല, പടച്ചവൻ്റെ തീരുമാനം എങ്ങനെയൊക്കെ ആവും. അതിനെ നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ മഹർ തിരികെ കൊടുത്താൽ എനിക്കിനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നേക്കാൾ ഉപ്പാക്ക് അതറിയാലോ. എനിക്കറിയാം, അവരെൻ്റെ ജീവിതം വെച്ചാണ് കളിക്കാൻ ഒരുങ്ങുന്നത്. നേരിട്ടല്ലേ പറ്റൂ എന്നും പറഞ്ഞ് ഷാഫി പുറത്തേക്ക് നടന്നു. മഹർ തിരിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാനായിരുന്നെങ്കിൽ നിങ്ങളാരും അങ്ങോട്ട് പോകണ്ടില്ലായിരുന്നു. ഇതൊക്കെ കേട്ട് ഉമ്മ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് നല്ല ടെൻഷൻ വന്നിട്ടുണ്ട്, അതാണ് അവന് ഒന്നും പറയാതെ പോയത്. ഇത് കേട്ട് ഉപ്പ പറഞ്ഞു, അവൻ എൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളവനാണ്. ഇപ്പോൾ അവൻ്റെ സമയം ശരിയില്ല എന്ന് മാത്രം, എല്ലാം കലങ്ങി തെളിയും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ബന്ധം അവന് കിട്ടും, എനിക്കുറപ്പുണ്ട്. ആരും ഒന്നും പറയുന്നില്ലായിരുന്നു. മഹർ പെണ്ണിന് തിരികെ നൽകിയാൽ പിന്നീട് രണ്ടാം ഘട്ടമല്ലാത്തൊരു കുട്ടിയെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടും എന്ന് പലരുടെയും ജീവിതത്തിൽ നിന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. അവളുടെ ഉമ്മ അത് കണ്ടാണ് 10 പവൻ മഹർ വെറുതെ കൊണ്ടുപോയത്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ആ സ്ത്രീ ചില്ലറ കളിയൊന്നല്ല കളിച്ചത്, നൗഫൽ പറഞ്ഞു. പിറ്റേന്ന് തന്നെ വക്കീൽ മുഖാന്തരം ഫെബിനയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ഷാഫി വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാതെ തൻ്റെ ഇനിയുള്ള ജീവിതം ആലോചിച്ച് കിടക്കുമ്പോഴാണ് ഫെബിനയുടെ നമ്പറിൽ നിന്നും വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.